ഓടി പോണത്? മണിയമ്മയുടെ വീട്ടിൽ പോലീസാണ് കിടക്കുന്നത്. പോലീസോ? മണിയമ്മയുടെ മോനെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചോ? നിങ്ങളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? മെമ്പർ അങ്ങളെ തിരക്കി പോകുക. എന്നാ ഞാനും വരാം. നിന്റെ അമ്മയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ. അതൊരു ആത്മഹത്യ അല്ലാതെ ഞങ്ങൾ പറഞ്ഞാലോ? അതൊരു ആത്മഹത്യ അല്ല സാറേ. ഇത് ആത്മഹത്യ ആണെന്ന് നിനക്കെന്താ അത്ര ഉറപ്പ്? സാറേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. ഇത് നീ കണ്ടോടാ? ഞാൻ കണ്ടില്ല. പോലീസൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കണം. പിന്നെ നിനക്ക് എന്താടാ ഇത്ര ഉറപ്പ് അമ്മ തൂങ്ങി മരിച്ചാണെന്ന്? അമ്മ തൂങ്ങി മരിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ നീ നോക്കുമ്പോ അമ്മയുടെ കാല് നിലത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നോടാ? ഞാൻ ഒന്നും കണ്ടില്ല സാറേ. നിലാവിന്റെ വെട്ടം പോലും ഇല്ലായിരുന്നു. വീട്ടിലാണെ കറണ്ടും ഇല്ല. അതെങ്ങനെ ശരിയാവും വിനീതേ? ആ നാട്ടിലൊന്നും കറണ്ട് പോയിട്ടേ ഇല്ലല്ലോ. നിന്റെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ലായിരുന്നു, അത് സത്യം. എന്ന് വെച്ചാൽ നിന്റെ വീട്ടിലെ കറണ്ട് മാത്രം ആരും ഓഫ് ചെയ്തു. സാറേ എന്നെ ഒന്ന് വിശ്വസിച്ച്. ഞാൻ പോകുമ്പോ എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു. നീ എവിടെ പോകുമ്പോഴാണോ? സാറേ ഞാൻ വീട്ടിലൊന്നും ഇരിക്കാറില്ല. ഒരുപാട് ലേറ്റ് ആയിട്ടാ ഞാൻ വീട്ടിൽ വരുന്നത്. അത് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം നീ സാറേ ഞാൻ അന്നത്തെ ദിവസം പുറത്തു പോയി സാറേ. എടാ നീ പുറത്തു പോകുമ്പോ ഫോണൊക്കെ എടുക്കാറുണ്ടോടാ? പുറത്തു പോകുമ്പോ ഫോൺ കൊണ്ടുപോകും. വല്ലോ വായിക്കണമെങ്കിൽ ഫോൺ വേണം. നീ എന്ത് സാധനം മേടിക്കുന്ന കാര്യമാണോ നീ പറയുന്നത്? നിന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നത് നിന്റെ അമ്മയാണല്ലോടാ. അങ്ങനെയാണല്ലോടാ ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ എന്ത് സാധനമാടാ നീ വാങ്ങുന്നത്? ഞങ്ങൾക്കറിയാവിടാ നീ മേടിക്കുന്ന സാധനത്തിന്റെ ഒക്കെ പേര്. അവൻ വാങ്ങിക്കുന്ന MDMA. നിങ്ങളത് എന്നെ കുറ്റക്കാരനാക്കുന്നത്. ഞാൻ MBA സ്റ്റുഡന്റാ. ആരെ പട്ടേക്കാ സ്വഭാവം നടക്കുന്ന കിട്ടുന്ന കെട്ടിലെ കണ്ടര പിടിക്കുക നിങ്ങളത്. നിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ ഞങ്ങൾ പരിശോധിച്ചടാ. നിന്റെ കാശ് മുഴുവൻ പോയിരിക്കുന്നേ ആ കഞ്ചാവ് സുനിയുടെ അക്കൗണ്ടിലേക്കാ. നീ ഒന്ന് പുറത്തു പോയെന്നല്ലേ പറഞ്ഞത്? ഫോണും കൊണ്ട് പോയത്? അതേ സാറേ പുറത്തു പോയി. ഫോണും കൊണ്ടാ പോയത്. തെളിവുകളെല്ലാം നിനക്ക് എതിരാണല്ലോടാ മോനെ. ഫോണിൽ ലൊക്കേഷൻ കാണിക്കുന്നതേ നീ അന്ന് വീട്ടിലുണ്ടെന്ന് തന്നെയാണ്. ശരിയാ സാറേ. ഫോണൊക്കെ മറന്നുപോയതാ. എന്താ നീ അല്പസമയം പറഞ്ഞതേ? ഫോണും കൊണ്ട് നീ പുറത്തു പോത്തോളം ഇതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിന്റെ അമ്മ തൂങ്ങി മരിച്ചതല്ല, അവരെ ആരോ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാ. ഫോറൻസിക് റിപ്പോർട്ടിലെ നിന്റെ അമ്മയുടെ കഴുത്തിലുള്ള അടയാളം മറ്റാരുടെയോ ആണ്, നിന്റെ അമ്മയുടെ വിരലടയാളമല്ല. ആരാ സാറേ കൊന്നത്? എനിക്കറിയാം സാർ ആരാ കൊന്നത്. ആരാ കൊന്നത്? കൊന്നത് ആരാണെന്ന് നിനക്ക് അറിയണം അല്ലേടാ നായേ? അറിയണോടാ നിനക്ക്? കൊന്നത് നീയാ. മറ്റാർന്നെ പറഞ്ഞ പറഞ്ഞ 10-16 ദിവസമായിട്ടേ നിന്റെ പറവിലായിരുന്നു ഞങ്ങൾ. നിന്റെ ബാങ്ക് ഇടപാടുകൾ, പിന്നെ അയൽക്കാര മൊഴികൾ, ഇതെല്ലാം നിനക്കെതിരായിരുന്നതാ. ഞാൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലുന്നത്? കൊന്ന എന്തിനാണെന്ന് നിനക്ക് അറിഞ്ഞൂടാടാ. ലഹരി വാങ്ങാനുള്ള പണത്തിന് നിന്റെ രീതികളിലെ സംശയം ഉണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് നിന്റെ അമ്മ പണം ഒളിപ്പിച്ചു വെച്ചത്. അതിനെ ചൊല്ലിയല്ലോടാ നീ നിന്റെ അമ്മയും തമ്മി ഒന്നും തള്ളുണ്ടായത്. അങ്ങനെയല്ലോടാ നീ അവരെ കഴുത്തി വെച്ച് വന്നത്. ഇതുപോലെ നിരവധി ക്രൂശിക്കുന്നതേ നിങ്ങളെ മുഖ്യതിരെ മെടകടിക്കാൻ വേണ്ടിയല്ലേ? നീ കഴുത്ത് ഞെരിക്കുമ്പോഴേ നിന്റെ അമ്മ നിന്നെ വിളിച്ചത് മോനെ എന്നല്ലായിരുന്നു. ആ നെഞ്ചിലിട്ടല്ലേടാ നിന്റെ അമ്മ നിന്നെ പൊന്നുപോലെ വളർത്തിയത്. ആ അമ്മയെ കൊന്ന നിന്നെ ദൈവം വെറുതെ വിടുവോടാ നിന്നെ? 10 മാസം നിന്നെ വയറ്റിൽ ചുമന്നോണ്ട് നടന്നപ്പോഴേ ആ അമ്മയ്ക്ക് നേരെ യോഗവും ഒന്ന് കുതിക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന് കിടക്കാൻ സാധിച്ചിട്ടില്ല. അറിയുമോ നിനക്ക്? സാറേ തല്ലല്ല സാറേ, എനിക്ക് വേദന. വേദനയോ? എന്ത് വേദന? ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിനക്ക് അറിയാവോടാ? പ്രസവ വേദന. ഭാര്യല്ലുകളെ ഓടിയുമ്പോഴുള്ള വേദനയെക്കാട്ടിലും വലിയ വേദനയാടാ പ്രസവ വേദന. അതിനേക്കാട്ടിൽ വലിയ വേദന ഇല്ലയോടാ നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തത്. ജീവിതത്തിലെ ശൂന്യത എന്താണെന്ന് അറിയണമെങ്കിലേ അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലണം. അമ്മ ഉറങ്ങുന്നത് നീ കണ്ടിട്ടുണ്ടോ? അമ്മ ഉണരുന്നത് നീ കണ്ടിട്ടുണ്ടോ? നിനക്കായി അവർ ജീവിച്ചു ഒരുപാട് പ്രതീക്ഷകളോടെ. പോയതോടുകൂടി നിന്റെ പരാജയം തുടങ്ങി. നിനക്ക് പരമാവധി ശിക്ഷ ഞങ്ങൾ വാങ്ങിത്തരും. പക്ഷേ അതിന് മേളിലൊരു ശിക്ഷയുണ്ട്, ദൈവത്തിന്റെ ശിക്ഷ. ശരിയാ സാറ്, നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്റെ അമ്മയെ കൊന്നവാ, എന്റെ അമ്മയെ കൊന്നവാ. ഞാൻ കൊന്നാ എന്റെ അമ്മയെ. ഇതിനു വേണ്ടിയാന്ന് അറിയാമോ നിങ്ങൾക്ക്? ലഹരി വാങ്ങാനാ. ലഹരി വാങ്ങാനുള്ള പണത്തിന് വേണ്ടി എന്റെ അമ്മ ഞാൻ കൊന്നത്. യുദ്ധത്തിനൊക്കെ തുടങ്ങിയാ സാറേ. അതില്ല വയ്യെന്നായിപ്പോ എനിക്ക്. പണം കൊടുക്കാതെ ലഹരി കിട്ടത്തില്ല സാറേ.
ലഹരിക്കുള്ള പണത്തിന് വേണ്ടി എന്റെ അമ്മയെ ഓർത്തില്ല സാറേ. എനിക്ക് ലഹരി മാത്രം മതിയായിരുന്നു സാർ. ലഹരിയില്ല ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു സാറേ. ലഹരിക്ക് വേണ്ടി പെറ്റവളെ കൊന്നവനാ ഞാൻ, കഴുത്ത് ധരിച്ച് കൊന്നവനാ ഞാൻ. എനിക്കിനി ജീവിക്കണ്ട. ഞാൻ എന്റെ അമ്മയുടെ പുറകെ പോയാ എനിക്ക് ചാവണം. ഞാൻ എന്റെ അമ്മയുടെ പുറകെ പോയാ ചാവണം. എനിക്ക് ഇതന്നെ എനിക്ക് ചാവണം. വിടാനാ പറഞ്ഞത്. അങ്ങനെ പറ്റൂടാ. ഇവിടെ കോടതി നിയമമൊക്കെ ഇല്ലേടാ. തങ്കച്ചൻ എനിക്കൊരു ചൂട് ചായ. തങ്കച്ചേട്ടാ എനിക്കൊന്ന് ചായ ചൂടില്ലായിരുന്നു. ചായക്ക് ചൂട് വേണേ. പത്രത്തിൽ എന്തുണ്ട് വാർത്ത? പത്രത്തിലെ വാർത്തയെ കുറിച്ചൊന്നും പറയാൻ കൂടാൻ വേണ്ടി പറഞ്ഞല്ല തങ്കച്ച. നല്ല ചൂട് ചായ കുടിച്ച് ശീലമായി പോയി. അത്ര ചൂട് കൂടി കിടക്കുമ്പോഴേ തൊണ്ട വെള്ളം ചൂട് വേണോ? ശീലമായി പോയി മെമ്പറെ. മരുഭൂമിയിലാണെങ്കില് എനിക്ക് നല്ല ചൂടുള്ള ചായ വേണം. മെമ്പർ അങ്ങോട്ടാ രാവിലെ? സ്റ്റേഷൻ വരെ ഒന്ന് പോണം. നമ്മളെ മണിയമ്മയുടെ 16 ഇന്ന്, അതിന് ഒന്ന് പോണം. ഓർക്കാൻ കൂടി വയ്യ മെമ്പറെ. അവള് തലേന്ന് എന്റെ വീട്ടിൽ വന്നതാ. മരിക്കുന്നതിന്റെ തലേന്ന് വീട്ടിൽ വന്ന് പണി കഴിഞ്ഞ് പോയതാ. പോകാൻ നേരം എന്നോട് പറഞ്ഞു, സമ്മതിക്കാം, നാളെ ഞാൻ വരത്തില്ല. അപ്പേ അതൊരു വല്ലാത്ത വാക്കായി. സന്തോഷം എന്താണെന്നറിയാത്തൊരു കുട്ടിയായിരുന്നു അവള്. നല്ല വീട്ടിൽ പറഞ്ഞൊരു കൊച്ചായിരുന്നു. കല്യാണ ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇവൻ കള്ളിനും കഞ്ചാവിനും അടിമയാണെന്ന്. നല്ലൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു. അവനെ KSEB ലൈൻമാൻ ആയിരുന്നു. 70,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. എന്തുണ്ടായിട്ടെന്താ, ഒരു നേരത്തെ കഞ്ഞിക്ക് ആ കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടണമാണ്. ആ പൊന്നു മോനും ആരും ഇല്ലാതായി. അന്ന് അവന്റെ കരച്ചില് കണ്ടിട്ടേ ചങ്ക് തകർന്നുപോയി. ചത്തത് നന്നായി, ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ. ഒരാളിന്റെ മരണത്തിലും അങ്ങനെ പറയരുത്, പക്ഷെ അവന്റെ കാര്യത്തിൽ അത് പറയാതെ വയ്യ. അല്ല, അവൻ എങ്ങനെ മരിച്ചത്? മരിച്ചതോ? കായൽക്കരയിരുന്ന് വെള്ളം അടിച്ച് ബോധം കെട്ട് വെള്ളത്തിൽ വീണങ്ങ് മരിച്ചു. എന്തായാലും അവൾക്ക് മിടുക്കനായ ഒരു പൊന്നുമോനെയാ ദൈവം കൊടുത്തിരിക്കുന്നത്. എന്തായാലും അവന്റെ ജോലി ഡൈയിങ് ഹാൻഡ് വഴി അവന് ജോലി കിട്ടുമല്ലോ. ആ കുടുംബം അങ്ങനെ രക്ഷപ്പെടുമല്ലോ. ഡോക്ടറാക്കണമെന്നായിരുന്നു അവിടെ ആഗ്രഹം. എന്തിനാണ് അവൾ ഈ കടുക്കുകയും ചെയ്തത്? ആ പൊന്നുമോന്റെ മുഖമെങ്കിലും ഒന്ന് ഓർത്തുകൂടായിരുന്നു അവൾക്ക്. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒന്നും അല്ല അവൻ. വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യനാണ്. ATM വെച്ച് ഞാൻ അവിടെ കണ്ടായിരുന്നു, തങ്കച്ചന്റെ മോളുമായിട്ട്. ആ ഓടി വരുന്നതേ നമ്മുടെ മണിയമ്മയുടെ അനിയത്തിയുടെ മോനല്ലയോ? ആ, അത് മണിയമ്മയുടെ അനിയത്തിയുടെ മോനാണല്ലോ. എന്താ കാര്യം? പറ മോനെ. കാര്യം പറ മോനെ. കാര്യം പറ മോനെ. പോലീസും പത്രക്കാരും അവിടെ വന്നു കിടക്കുന്നു. എവിടെ മോനെ? മണിയമ്മ തൂങ്ങി മരിച്ചല്ല, ആരോ കൊന്നയാ. മണിയമ്മ തൂങ്ങി മരിച്ചല്ല അറിഞ്ഞാട്ടാ. മണിയമ്മ ആരെ കൊന്നാണെന്ന്. മരം കണ്ട? മരത്തിന്റെ മുകളില് എല്ലാം കാണുന്നവരാ. മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. നിനക്കറിയാവോ മണിയമ്മയെ കൊന്നത് ആരാണെന്ന് അറിയാം? മണിയമ്മയെ കൊന്നത് ആരാന്ന് നിനക്ക് കേൾക്കണോടാ? ഇപ്പൊ പറയാടാ, കള്ളും കഞ്ചാവാ മണിയമ്മയെ കൊന്നത്. മണിയമ്മയുടെ ഭർത്താവിനെ കൊന്ന ആരാന്ന് നിനക്ക് അറിയണ്ടേ? കള്ളും കഞ്ചാവും തന്നെ. എന്നെ ഭ്രാന്തനാക്കിയത് ആരാന്ന് നിനക്ക് അറിയണ്ടേ? കള്ളും കഞ്ചാവും തന്നെ. ഓടാ, പോയി തിരക്കടാ. മണിയമ്മ ഒരു പാവല്ലായിരുന്നു. ആണെന്നോടാ പാവായിരുന്നു. മണിയമ്മ മരിച്ചു അല്ലേടാ. ചേച്ചി, ആ മാമന് വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേനെ കൊല്ലേണ്ടെന്ന്? ഒരു പാവ അമ്മയായിരുന്നു.
എടാ മഹാഭാവി, എന്ത് തെറ്റാണ് അവര് നിന്നോട് ചെയ്തത്? പട്ടിണി കിടന്ന് 4 നേരം നിനക്ക് ഭക്ഷണം തന്നതോ, അതോ ഭർത്താവ് മരിച്ചിട്ടും മറ്റൊരു വിവാഹം കഴിക്കാതെ നിനക്ക് വേണ്ടി ജീവിച്ചതോ? പറയടാ, നിന്നെ ഒരു ഡോക്ടർ ആക്കാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കായൽ കരയിൽ കിടന്ന് ചെളിവെള്ളം കുടിച്ച കാശാടാ നീ എടുത്തോണ്ട് പോയത്. അത് നിന്റെ കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റുന്ന പൈസയാടാ. കോടതി നിയമമൊക്കെ ഉണ്ട്, മാറി നിൽക്ക്. കോടതി നിയമമൊക്കെ ഉണ്ട് സാറേ. ഇവിടെ ഇവന് അർഹിക്കുന്ന ശിക്ഷ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരിക്കും. ഇവരെ ശിക്ഷിച്ചതുകൊണ്ട് ഇനി എന്റെ കുഞ്ഞ് തിരിച്ചു വരുമോ സാറേ? പറ സാറേ. ഇവനെ ഞങ്ങൾക്ക് ഇനി വിട്ടതാ സാർ. ചീരുവലെ കുരുങ്ങുന്ന പൊടിമീന്റെ വില പോലും ഇല്ലവന്. ഇവനെ ഒരു നിയമത്തിന്റെ മുമ്പിലെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ തുറയിലേ ചങ്കാ പോയത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നാടിനെ നടുക്കിയ ആ മാതൃഹത്യയിലെ പ്രതിയെ പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ ആ ക്രൂരത തെളിയിക്കാനാണ് പോലീസിന്റെ ഈ തെളിവെടുപ്പ്. വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും. പോലീസുകാരെ അത്ര മനസാക്ഷിയില്ലാത്തവരൊന്നും അല്ല. ഇവന് ശിക്ഷ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും, നിയമപുസ്തകത്തിലെ പരമാവധി ശിക്ഷ. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. നിയമത്തിന്റെ പുസ്തകം കാട്ടി ഇവനെ നിങ്ങൾ രക്ഷിക്കരുത്. ഇവിടെ വെച്ചല്ലേടാ നീ നിന്റെ കൂട്ടുകാരനെയും കൂട്ടി ആ പാവത്തിനെ കൊന്നത്? അവനെ ഭൂമിയുടെ ഏത് കോണി പോയി വിളിച്ചാലും അവനെ ഞങ്ങൾ പൊക്കും. ആ പാവ അമ്മ എങ്ങനെയാണോ നീ കൊന്നത്? പറ. ആദ്യം നീ എന്താടാ ചെയ്തത്? അമ്മയുടെ വായി തുണി തിരികെ കൂട്ടുകാരൻ കൈകൊണ്ട് വാ പൊത്തി. ഞാൻ തോർത്ത് കൊണ്ടെടുത്ത് അമ്മയുടെ കഴുത്തി കുരുക്കിട്ട് ഇപ്പോഴേ അമ്മയുടെ ബോധം പോയി. അമ്മയാടാ? ആരുടെ അമ്മ? ആ പേര് ഉച്ചരിക്കാൻ നിനക്ക് എന്താണ് അവകാശം? തോർത്ത് കൊണ്ട് നീ എവിടെ കാണിച്ചാടാ? എങ്ങനെയാണ് ആ പാവ അമ്മ നീ കെട്ടിത്തൂക്കിയത്? ഒരുക്ക് നീ എങ്ങനെയാടാ ഇട്ടത്? ഇവൻ ഈ പറഞ്ഞതല്ലാവേ മൊഴിയായിട്ടൊന്ന് രേഖപ്പെടുത്തിയത്. ഇതിനകത്ത് ഞാൻ തോർത്തുകൊണ്ട് എടുത്തു. എടുക്കടാ. നീ എങ്ങനെയാടാ ഇത് കെട്ടിത്തൂക്കിയത്? കാണിച്ചാടാ അങ്ങോട്ട്. എങ്ങനെയാടാ അതിനെ കുരുക്കിട്ടത്? എന്ത് പറ്റി സാറേ? എന്ത് പറ്റി സാറേ? എന്താ എന്ത് പറ്റി സാറേ? എന്ത് പറ്റി സാറേ? എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്ത് പറ്റി സാറേ? എന്താ? എന്താന്നറിയില്ല. ഹോസ്പിറ്റലിലോട്ട് വല്ലതും പോണോ സാറേ? വിയർക്കുന്നുണ്ടല്ലോ സാറേ. സാറേ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഷുഗറിന്റെ ഗുളിക കഴിക്കാൻ മറന്നു. ഹോസ്പിറ്റലിൽ വല്ലതും പോണോ സാറേ? കുഴപ്പമില്ല. പ്രതി എവിടെ? അയ്യോ അയ്യോ സാറേ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മണിയമ്മ കൊലക്കേസിലെ പ്രതി കഴുത്തിൽ കുരുക്ക് മുറുകി മരണം. കണ്ടോ കോടതി വിധി പറയുന്നത് ആകാശത്തോടെ പറയും. ആരും കണ്ടില്ലേര് എല്ലാം കാണുന്നിടത്തും